ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ കയ്യിലൊക്കെ വരുന്ന ടാൻ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ട് ആദ്യം വാസ്ലിൻ വേണം. ഇത് ഡ്രൈ സ്കിന്നിലൊക്കെ നല്ലതാ. അപ്പോൾ ഇങ്ങനെ വാസ്ലൈന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേറയുടെ ജെല്ല്. ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഇത് അരി പൗഡറും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ വേണം. അതൊരു സ്ക്രബിന് ഉപയോഗത്തിനാണ് നമ്മളിപ്പോ ഈ അരിപ്പൊടി എടുക്കുന്നത്. നല്ലൊരു വൈറ്റനിങ് ആണ്. 1 ടീസ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. അതൊരു ഹെർബൽ ബ്ലീച്ചാ. പിന്നെ അരോമയുടെ ഒരു ഓയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫെയർനെസ് ഓയിലാ. അല്ലാതെ ഇതിനകത്ത് ഒരു കെമിക്കലും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതുപോലെ ഒരു പാക്ക് നമുക്ക് ചെയ്ത് ആഴ്ചയിൽ 1-2 ദിവസം കുളിക്കുന്ന പിന്നെ ചെയ്താൽ മതി. വെയിലാണെങ്കിൽ വെയിലൊക്കെ കൊണ്ട് ചിലർ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ടാനായിട്ട് കറുപ്പ് ഷെയ്ഡായിട്ടുള്ളവർക്കൊക്കെ നല്ല ഒരു പാക്കാ ഇന്നിപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ജെല്ലും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആവശ്യമില്ല, ഇത് ആവശ്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂണ് അരിപ്പൊടി ഈ തൈരിലോട്ട് മിക്സ് ചെയ്യുന്നു. ഇത് വാസ്ലൈന് ഒരു 1/4 ടീസ്പൂൺ. ഇത് ചൂടാക്കിയിട്ട് ഇടണം. ഞാൻ ഇപ്പൊ ചൂടാക്കുന്നില്ല, മിക്സ് ചെയ്തോളാം. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ. ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാ. ഈ ചുണ്ട് ഡ്രൈ ഒക്കെ ആവുന്നവർക്കൊക്കെ ഈ വാസ്ലൈൻ നല്ലതാ. പിന്നെ നമുക്ക് ഈ ജെല്ലിയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ജെല്ലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അലോവേറയുടെ ജെല്ല. ഇതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ടീസ്പൂണ് അലോവേറ ജെല്ലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇത് ഇത്രയും കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒരു കെമിക്കലും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും സ്കിന്നിനകത്ത് ഡ്രൈനെസ് മാറ്റാനും, അതുപോലെ അലോവേറ ജെല്ല് സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനും, പിന്നെ വാസ്ലൈന് അത് ഡ്രൈനെസ് മാറ്റാൻ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ വാസ്ലൈൻ എല്ലാവരുടെ വീടുകളിൽ കാണും. പിന്നെ അലോവേറ ജെല്ല് കാണും, അരിപ്പൊടി കാണും. ഇതിനകത്തോട്ട് ശകലം പൊട്ടറ്റോ ജ്യൂസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയും നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇതിനകത്തോട്ട് ഞാൻ ഇനി ഇതിനകത്ത് 2-3 ഡ്രോപ്സ് അരോമയുടെ ഓയിലും കൂടെ ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്യാൻ പോവാം. ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. അപ്പൊ നമ്മള് ഇത്രയും അരോമ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ആ വാസ്ലൈനും എല്ലാം നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഷ് എടുക്കുന്നു. ഇപ്പൊ ഈ കയ്യിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല ടാനായിട്ടുണ്ട്. ഇത് നല്ല ഒരു പാക്കാണ് ഇപ്പൊ ഞാൻ അവിടെ മിക്സ് ചെയ്ത്. നമുക്ക് ഇനി പാക്കിട്ട് നോക്കാം. ഇത് കൈമുട്ടിലൊക്കെ വരുന്ന കറുപ്പിനൊക്കെ നല്ല ഒരു
പായ്ക്കാ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മൾ ഇത് ഇതേപോലെ നമ്മൾ പാക്ക് ഇടുന്നു. ഒരു 20 മിനിറ്റ് നമുക്കിതുപോലെ വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് റബ്ബ് ചെയ്തിട്ട് ആ കൈയുടെ വ്യത്യാസം, ആ ടാനൊക്കെ എത്രമാത്രം മാറുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. കൈയെല്ലാം ആ പാക്ക് കയ്യിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തൊട്ട് നനയ്ക്കുക. അതിനുശേഷം ലൈറ്റായിട്ട് ഒരു മസാജ് നമുക്ക് കൊടുക്കാം. ഈ പായ്ക്ക് നമുക്ക് വെള്ളം തൊട്ട് നനച്ച് ഒരു നല്ലതായിട്ട് മസാജ് കൊടുക്കുകയാണെങ്കിൽ ആ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് പോകും. നമ്മൾ ഏത് പായ്ക്ക് ഇട്ടാലും അത് വെള്ളമോ റോസ് വാട്ടറോ എന്തെങ്കിലും തൊട്ട് നനച്ചതിന് ശേഷം ഇതേപോലെ മസാജ് ചെയ്യുക. ആ കൈമുട്ടിലൊക്കെ നല്ലതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കറുപ്പൊക്കെ നല്ലതായിട്ട് ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലൊരു പാക്ക് ഇടുകയാണെങ്കിൽ ടാന് എല്ലാം മാറി നമ്മുടെ ഫേസിന്റെ കളർ നമുക്ക് കൈക്കും കിട്ടുന്നതായിരിക്കും. നനച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ റബ്ബ് ചെയ്യാൻ പാടുള്ളൂ. ഡ്രൈ ആയിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഡാമേജ് വരികയും, അതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കൈമുട്ടിലൊക്കെ നല്ലതായിട്ട് വിരലിൻ്റെ ഓരോ ഫിംഗറിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മൾ ആ ടാനൊക്കെ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കൈയിലുള്ള ടാനെല്ലാം മാറും. അതേപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും, ഡ്രൈനെസ് മാറും. നല്ലൊരു പാക്കാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചു മാറ്റാം. ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൈയുടെ ആ ടാനൊക്കെ മാറി നല്ല ഒരു ഫെയർനെസ് കിട്ടി. ഇപ്പം തന്നെ നമുക്ക് കൈ നല്ല ടാനൊക്കെ മാറി നല്ല ഫെയർനെസ് ലുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് നോക്കാം, കഴുകി അതിനുശേഷം കാണാം. ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും.